ജീവിതം മുഴുവൻ ഒരു കുടുംബം, ആ കുടുംബം 33-ാം വയസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനം നേടി, ജീവിതകാലം മുഴുവൻ പ്രതിരോധ മന്ത്രിയും MP-യും മറ്റ് സ്ഥാനങ്ങളുമെല്ലാം നേടി ഒരു കുടുംബമായിരുന്ന ഒരാൾ, ആ മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നും BJP-ക്കാർ റാഞ്ചിക്കൊണ്ടു പോകുന്നു ഓരോരുത്തരെയും BJP-യിലേക്ക്. അങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകും, പറയാം അങ്ങനെ പറയട്ടെ അങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകുമ്പോൾ നമ്മളൊരു അനുഭവമുണ്ട്. എന്താണ് അനുഭവം? കോൺഗ്രസ് പാർട്ടി ചിലരെ പുറത്താക്കി. ഞാൻ പറയുന്നത്, ഒറീസയിൽ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിൻ്റെ മകൻ അവിടുത്തെ ബിജു ജനതാദളിലേക്ക് പോയി. ബിജു ജനതാദളിലേക്ക് പോയ ആ നേതാവിനെ, അല്ലെങ്കിൽ ആ നേതാവ് മകൻ പോയപ്പോൾ അച്ഛനെ പുറത്താക്കി. എൻ്റെ ചോദ്യം, മകൻ BJP-യിലേക്ക് പോയതിന് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പിതാവിനെ കോൺഗ്രസ് പുറത്താക്കുമോ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ശ്രീ എ കെ ആന്റണി പത്തനംതിട്ടയിൽ വരാതിരുന്നത്? പ്രചാരണ രംഗത്തേക്ക് എ കെ ആന്റണി വരാതിരുന്നത് എന്താണ്? എ കെ ആന്റണി അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമായി. ഇല്ലെന്നറിയില്ല. എ കെ ആന്റണി പറഞ്ഞു, എന്റെ മകൻ തോക്കണം, ആന്റോ ആന്റണി അവിടെ ജയിക്കണം, കോൺഗ്രസ് അവിടെ ജയിക്കണം. ഞാൻ പത്തനംതിട്ട വരാനെന്ന് പറയുന്നില്ല, പത്തനംതിട്ട വരാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അനിൽ ആന്റണി ഒരു വീഡിയോ പുറത്തിറക്കി. ആ വീഡിയോ ഞാൻ കണ്ടതെന്താണ്? ഒരു ബസ്സിൽ വെച്ച് സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീകളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോ പുറത്താക്കി. അത് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. ഇത് തെറ്റാണെന്ന് പറയാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം തയ്യാറായിട്ടില്ല. അദ്ദേഹം BJP-യിലേക്ക് പോയത് എതിർത്തില്ല എന്ന് മാത്രമല്ല, അനിൽ ആന്റണിയുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ BJP-യുടെ രാഷ്ട്രീയം ഒരു വാചകം കൊണ്ട് എതിർക്കാൻ പ്രവർത്തക സമിതി അംഗം തയ്യാറല്ല. അദ്ദേഹം ആകെ എതിർക്കുന്ന ആരെയാണ്? മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കും. മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്ന ആന്റണി എന്തുകൊണ്ട് BJP എതിർക്കാൻ തയ്യാറാകുന്നില്ല? മകനെ സംഭാവന ചെയ്ത് എന്തുകൊണ്ട്? ഒറ്റ കാര്യം വ്യക്തമായി, ED-യെ പേടിച്ചാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ പേടിച്ച് മകനെ BJP-ക്ക് ദാനം ചെയ്ത എ കെ ആന്റണിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടും. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ BJP-യെ മൊത്തം തോപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടിക്കാണ്. നേമത്തും ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിയവരാണ്. അതുകൊണ്ട് ആന്റണിയുടെ സൗജന്യം വേണ്ട BJP-യെ പരാജയപ്പെടുത്താൻ. ഞാനൊരു കാര്യം പറയാം. മാറാട് കടപ്പുറത്ത് ഒരു വരയിട്ടിട്ട് ഈ വരയ്ക്കിപ്പുറം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ആന്റണിയും കൂടെ പോയ യാത്രയിൽ കുഞ്ഞാലിക്കുട്ടിയെ മടക്കി പറഞ്ഞേച്ചു. പിണറായി വിജയൻ്റെ കൂടെ ഇളമരം കരീം ഉണ്ടായിരുന്നു. ആ പിണറായി വിജയൻ ഇളമരം കരീമുമായി മാറാട് കടപ്പുറത്തേക്ക് പോയി. അതാണ് കരുത്ത്. ആ കരുത്ത് ആന്റണിക്കുണ്ടോ?